അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പല നബിമാരും അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ചോദിക്കാതെ തന്നെ നൽകിയ സന്ദർഭങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. ഉദാഹരണമായി അള്ളാഹു സയ്യിദന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ. അല്ലയോ മൂസ, സ്വന്തം ജനങ്ങളെ വിട്ടേച്ച് ഇത്ര വേഗത്തിൽ എന്തുകൊണ്ടാണ് താങ്കൾ ഈ സീനാ മലയിലേക്ക് വന്നത്? വമാ അഅ്ജലക്, ഇത്ര തിരക്കിട്ട് വരാൻ എന്താണ് കാരണം? അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, ഖാല ഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ. ഹും ഉലാഇ അലാ അസരി, അവരെൻ്റെ വഴിയെ തന്നെയുണ്ട് റബ്ബേ, പിന്നെ ഞാനിങ്ങനെ തിരക്കിട്ട് പോകുന്നത് വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, നിന്റെ റിളക്ക് വേണ്ടിയാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ തിരക്കിട്ടത്. എന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതോ, സൂറത്തുൽ ളുഹയിൽ കാണാം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. വലസൗഫ യുഅ്തീക റബ്ബുക, അങ്ങയുടെ നാഥൻ അങ്ങേക്ക് അനുഗ്രഹങ്ങൾ നൽകും. ഫതർദാ, ഈ അനുഗ്രഹങ്ങളിൽ താങ്കൾ സംതൃപ്തനാവുകയും ചെയ്യും. മൂസാ നബി പറഞ്ഞത് വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, മുത്തനബിയോട് പറഞ്ഞത് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. മൂസാ നബി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് വേഗം ചെന്നു. എന്നാൽ അള്ളാഹു മുത്തനബിക്ക് തൃപ്തിയാവാൻ വേണ്ടി അനുഗ്രഹങ്ങൾ കനിഞ്ഞു, അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നൊരു രംഗമുണ്ട്. 2 ലക്ഷ്യവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഒന്ന്, ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. മറ്റൊന്ന്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അക്രമകാരികളായ സമൂഹത്തെ നശിപ്പിക്കുക. ആ ഒരു സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരായത്ത് ഖുർആനിൽ കാണാം. വലമ്മാ ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലൂ ഇന്നാ മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖർയ ഇന്ന അഹ്ലഹാ കാനൂ ളാലിമീൻ. വലമ്മാ ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റ, നമ്മുടെ ദൂതന്മാർ, മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് സുവിശേഷവുമായി വന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഖാലു, അവർ പറഞ്ഞു, ഇന്ന മുഹ്ലികു അഹ്ലി ഹാദിഹിൽ ഖർയ, ഞങ്ങൾ ഈ നാട്ടുകാരെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന അഹ്ലഹാ കാനൂ ളാലിമീൻ, കാരണം ഈ നാട്ടുകാർ അതിക്രമകാരികളാണ്, ഇനി അവരെവിടെ വെച്ചേക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഫീഹാ ലൂത്ത. ഖാല ഇന്ന ഫീഹാ ലൂത്ത, എങ്ങനെയാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുക? ഈ നാട്ടിലല്ലേ സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാം ഉള്ളത്? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഖാലു നഹ്നു അഅലമു ബിമൻ ഫീഹാ, നഹ്നു അഅലമു ബിമൻ ഫീഹാ, അവിടെയുള്ളവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇബ്രാഹിം നബി, അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹ, ലൂത്ത് നബിയുടെ ഭാര്യയെ ഒഴിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ നമ്മൾ നോക്കിക്കോളും, അവരൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷേ ലൂത്ത് നബിയുടെ ഭാര്യയെ രക്ഷപ്പെടുത്തൂല. കാനത്ത് മിനൽ ഗാബിരീൻ, അവര് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ, അത്
ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. കാരണം അവർ അക്രമകാരികളുടെ കൂടെയായിരുന്നു. അപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാം ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും ആ സമൂഹത്തിന് അല്ലാഹു തആല വിധിച്ച ശിക്ഷയിൽ നിന്ന് ആ സമൂഹം രക്ഷപ്പെട്ടില്ല. ലൂത്ത് നബിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ലൂത്ത് നബിയുടെ സമൂഹത്തിന് അല്ലാഹു തആല ശിക്ഷ ഇല്ലാതാക്കിയിട്ടില്ല. ഇത് ലൂത്ത് നബിയുടെ മാത്രം കഥയല്ല, മറ്റുള്ള പല നബിമാരുടെയും സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ആ നബിമാരുടെ സാന്നിധ്യം ഒന്നും ശിക്ഷ ഇല്ലാതാവാൻ കാരണമായിട്ടില്ല. എന്നാൽ സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിൻ്റെ അവസ്ഥയോ? അല്ലാഹു തആല മുത്തനബിയോട് പറയുന്നുണ്ട്, സൂറത്തുൽ അൻഫാലിൽ കാണാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, താങ്കൾ അവർക്ക് മധ്യേ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവരെ ശിക്ഷിക്കൂല. അങ്ങൊരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ ഒരിക്കലും അല്ലാഹു തആല ശിക്ഷിക്കൂല. അങ്ങയുടെ സാന്നിധ്യം ഏത് സമൂഹത്തിനാണെങ്കിലും അത് റഹ്മത്താണ്, കാരുണ്യമാണ്. ആ റഹ്മത്തുണ്ടെങ്കിൽ അല്ലാഹു തആലയുടെ അദാബ് ആ സമൂഹത്തിലേക്ക് വരില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, ഖാല റബ്ബി ശ്റഹ് ലി സ്വദ്രി, അള്ളാഹുവേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ. ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി അല്ലാഹു തആലയോട് മൂസാ നബി കെഞ്ചുകയാണ്. എന്നാൽ മുത്തനബിയോട് അല്ലാഹു തആല പറഞ്ഞതോ, അലം നശ്റഹ് ലക സ്വദ്റക്, നബിയെ അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? മൂസാ നബി ചോദിച്ചത് മുത്തനബിക്ക് അല്ലാഹു ചോദിക്കാതെ നൽകിയിരിക്കുകയാണ്. മൂസാ നബി തന്നെ ചോദിക്കുന്നുണ്ട്, വയസ്സിർ ലി അംരി, എൻ്റെ ദൗത്യം നീ സുഗമമാക്കി തരണമേ, എളുപ്പമാക്കി തരണമേ. മുത്തനബിയോട് പറഞ്ഞത് വനുയസ്സിറുക ലിൽ യുസ്റ, ഏറ്റവും സുഗമമായതിലേക്ക്, എളുപ്പമായതിലേക്ക് താങ്കൾക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതാണ് എന്ന്. മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുന്നു, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, ജനങ്ങൾക്ക് എൻ്റെ സംസാരങ്ങളൊക്കെ മനസ്സിലാവാനായി എൻ്റെ നാവിൻ്റെ കുരുക്കുകളൊക്കെ അഴിച്ചു തരണമേ. എന്നാൽ മൂസാ നബി ചോദിച്ച കാര്യം മുത്തനബിക്ക് അള്ളാഹു ചോദിക്കാതെ തന്നെ നൽകി. മുത്തനബി പറയുന്നുണ്ട്, ഊതീതു ജവാമിഅൽ കലിം. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശഫാഅത്ത് നമുക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവിടുത്തെ ജീവിതം, അതേപോലെ അവിടുത്തെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.